ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ബി.ജെ.പി. പ്രവർത്തകരുടെ പ്രതിഷേധം കരിങ്കൊടി കാണിക്കുകയാണ് മന്ത്രി കടന്നു പോകുന്ന വാഹനത്തിന് മുൻപിലേക്ക് കരിങ്കൊടി കാട്ടിയുള്ള പ്രതിഷേധം. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. അല്പസമയം മുൻപാണ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനുശേഷം അദ്ദേഹം മടങ്ങുമ്പോഴാണ് ഈ പ്രതിഷേധം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബി.ജെ.പി. പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാട്ടിയിരിക്കുന്നു. പോലീസ് ആ സ്ഥലത്തുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയുള്ള ബി.ജെ.പി. പ്രവർത്തകരുടെ പ്രതിഷേധം. അല്പസമയം മുൻപ് പ്രതികരിക്കുമ്പോഴും അദ്ദേഹം ഗവർണറുടെ നിലപാട് തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ആവർത്തിക്കുകയായിരുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയായിരുന്നു. ഒപ്പം തന്നെ ഒരു പ്രോട്ടോകോൾ ലംഘനവും ഇന്നലെ ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു. എം.ജി. പ്രതീഷ് വിശദാംശങ്ങളുമായി. ആ സമയത്ത് ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ ഭരണഘടനയെ അപമാനിക്കുന്ന രീതിയിൽ, ഭരണഘടനാ പദവി അപമാനിക്കുന്ന രീതിയിൽ ഉള്ള പരിപാടിക്ക് പോയേക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷ എഴുതണമെങ്കിൽ പൈസ കൊടുക്കണം. ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ആ മോഡൽ പരീക്ഷ എഴുതുന്ന സമയത്ത് പൈസ മേടിക്കുകയാണ്. എന്തുകൊണ്ട് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടൂടാ? അവർ പറയുന്ന ന്യായം PM എന്നുള്ള അതിലുണ്ടെന്നുള്ള. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ MLA-മാരും MP-മാരൊക്കെ ഇവിടെ ബസ് സ്റ്റോപ്പ് പണിയാണെങ്കിൽ സ്വന്തം പേര് വയ്ക്കും. ഇതിനകത്ത് നരേന്ദ്രമോദി എന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിനകത്ത് PM എന്ന് മാത്രമാണ് വെച്ചിട്ടുള്ളത്. അത് ഏത് PM ആയാലും അത് വർക്ക് ചെയ്യും. എത്ര കോടി രൂപയാണ് കേരളത്തിന് കിട്ടാനുള്ളത്? ആ സമയത്ത് രാഷ്ട്രീയം കാണിച്ചുകൊണ്ട്, ആ പദ്ധതി അവഗണിച്ചുകൊണ്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകണ്ട, ഈ പൊതുവിദ്യാഭ്യാസം നശിച്ചു പോയിക്കോട്ടെ എന്ന പ്രവണതയാണ് വിദ്യാഭ്യാസ മന്ത്രി കാണിക്കുന്നത്. ഈ വിദ്യാഭ്യാസ മന്ത്രിയെ കേരളത്തിലെ ABP വഴി തടയും. ഉറപ്പായിട്ടും ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നവരെ ഞങ്ങൾ വഴി തടയും. നമുക്കറിയാം, തമിഴ്നാട്, കേരളം ഈ സർക്കാരാണ് ഇത് ഒപ്പുവെക്കിയത്. ബാക്കി എത്ര സർക്കാരുണ്ട്? എല്ലാവരും BJP ഭരിക്കുന്ന സർക്കാരാണോ? അല്ല, BJP ഗവൺമെന്റ് ഇല്ലാത്ത സർക്കാർ ഇതിനകത്ത് ഒപ്പുവെച്ചു. കാരണം അവർക്ക് അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നുണ്ട്. കാശ്മീർ ഇതിൽ ഒപ്പുവെച്ചു, അവർക്ക് അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഈ സർക്കാർ രാഷ്ട്രീയം മാത്രം കാണിച്ചുകൊണ്ട്, CPI പറഞ്ഞുകൊണ്ട് ഇയാൾ തീരുമാനിച്ചാണ് ഇതിനകത്ത് ഒപ്പുവെക്കാൻ. CPI പറഞ്ഞു കൊണ്ടിട്ട് പിന്മാറുക. എന്താ ഇവിടുത്തെ വിദ്യാർത്ഥികൾ CPI പറയുന്നതനുസരിച്ചാണോ ജീവിക്കേണ്ടത്? അവർ CPI പറയുന്നതനുസരിച്ചാണോ പഠിക്കേണ്ടത്? ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം, അവർക്ക് യൂണിഫോം വാങ്ങാൻ ഫണ്ട് ഉണ്ടാവണം, അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടണം. ഈ കേരളത്തിലെ മോഡൽ സ്കൂളുകൾ ഉണ്ടാവണം. എത്ര മോഡൽ സ്കൂൾ ഉണ്ടാവും? അതെന്താ മോഡൽ സ്കൂൾ നമുക്ക് വേണ്ടേ? ഇത് തീർത്തും വിദ്യാർത്ഥികളോടുള്ള അവഗണനയാണ്. ആ സമയത്ത് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനും അതിനെ ഉയർത്താനും നോക്കാതെ ഈ ശിവൻകുട്ടി കേരളത്തിലെ ഭരണഘടനാ പദവി വഹിക്കുന്ന ഗവർണറെ അപമാനിക്കുക, ദേശീയഗാനം ചൊല്ലാതെ പോവുക, വിദ്യാർത്ഥികൾക്ക് മാതൃകയാവേണ്ട ആള്. അല്പസമയം മുൻപാണ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ABVP-യുടെ പ്രതിഷേധമുണ്ടായത്. കരിങ്കൊടി കാട്ടുകയായിരുന്നു. ആ ദൃശ്യത്തിലേക്ക് ഒരിക്കൽ കൂടി. ABVP-യുടെ പ്രതിഷേധമാണ്. വിദ്യാർത്ഥികളുടെ പ്രതികരണവും ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. എം.ജി. പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ABVP ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് PM-ശ്രീ പദ്ധതി, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആ പദ്ധതി, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരം പ്രതിഷേധം തുടരും മന്ത്രിക്കെതിരെ എന്നതാണോ അവരുടെ നിലപാട്? അനുജ, തീർച്ചയായും ഭാരതാംബയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, ഒപ്പം PM-ശ്രീ പദ്ധതി നടപ്പാക്കാത്തതിലെ പ്രതിഷേധമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ നട റോഡിൽ തടഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ABVP കടന്നത്. അല്പസമയം മുമ്പാണ് ഈ തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി എത്തിയത്. പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഈ നേരത്തെ മന്ത്രി അറിയിച്ചിരുന്ന അതേ നിലപാട് ആവർത്തിക്കുന്ന പ്രതികരണം ഉൾപ്പെടെ നൽകിയതാണ്. അതിശക്തമായ രൂക്ഷമായ വിമർശനമാണ് ഇന്നും ഈ ഗവർണർക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത്. അത് ആ പ്രതികരണം നടത്തി പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് 5ഓളം വരുന്ന ABVP പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തിയത്. ഒരു എസ്കോർട്ട് വാഹനം മാത്രമാണ് മന്ത്രിക്ക് ഒപ്പം ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ ഒരു 5 മിനിറ്റോളം മന്ത്രിയെ നട റോഡിൽ തടഞ്ഞു. ഈ കരിങ്കൊടിയുമായി പ്രവർത്തകർ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. കൂടുതൽ പോലീസ് ഒന്നും തന്നെ ആ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. മന്ത്രിക്കൊപ്പം എസ്കോർട്ട് പോയിരുന്ന വാഹനത്തിലെ 4 പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏറെ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ
കഴിഞ്ഞത്. അതിന് പിന്നാലെയാണ് മന്ത്രിക്ക് യാത്ര തുടരാനുമായിട്ടുള്ളത്. ഈ വരും ദിവസങ്ങളിലും മന്ത്രിയെ വഴിയിൽ തടയുമെന്നതാണ് ABVP പ്രവർത്തകർ പറയുന്ന കാര്യം. നേരത്തെ യുവമോർച്ച, BJP അടക്കം ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഗവർണർക്കെതിരെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ച നിലപാടിൽ വലിയ വിമർശനമാണ് BJPയും BJPയുടെ യുവജന സംഘടനകളും അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ തുടർന്നുള്ള ദിവസങ്ങളിലും വഴിയിൽ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുമെന്നതാണ് നിലവിൽ ഇപ്പോൾ ABVPയും അറിയിച്ചിരിക്കുന്നത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ നട റോഡിൽ തടഞ്ഞ് കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. ശരി, വിദ്യാഭ്യാസ മന്ത്രിക്ക് ABVPയുടെ കരിങ്കൊടി.